ഇന്ദിരാ പ്രിയദർശിനി സ്കീം വന്നതിനു ശേഷം സ്വകാര്യ ബസ് ഉടമകൾ പലതും സർവീസ് നിർത്തിപ്പോയി, പലരും വലിയ പ്രതിസന്ധിയിലാണ് എന്നുള്ളത് നമ്മൾ തുടർച്ചയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ സ്വകാര്യ ബസ് മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനമെന്നറിയുന്നു. സമിതി അംഗങ്ങളെ ഇന്ന് തീരുമാനിച്ചേക്കും. സ്വകാര്യ ബസ് മേഖലയിലെ സാമ്പത്തിക നഷ്ടം, വരുമാന വർധനവിനുള്ള മാർഗങ്ങൾ എന്നിവ വിശദമായി പഠിച്ച് സമിതി ഗതാഗത മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. പക്ഷേ നിലവിലുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ ഗതാഗത മന്ത്രി CP ജോൺ ബസ് ഉടമകളുമായിട്ട് ചർച്ച ഇന്ന് നടത്തുന്നുണ്ട്. ഇന്നത്തെ ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ സൂചനാ പണിമുടക്കുമായി മുന്നോട്ട് പോകാനാണ് സ്വകാര്യ ബസ് ഉടമകളുടെ തീരുമാനമെന്നറിയുന്നു. ആശങ്കയാകൂ, ഇപ്പോൾ ഈ നിങ്ങളുടെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി സമിതിയെ വെച്ചിട്ടുണ്ട് എന്ന് മന്ത്രി പറഞ്ഞാൽ അത് കേട്ട് സ്വകാര്യ ബസ് ഉടമകൾ ഇങ്ങനെ മടങ്ങിപ്പോരുമോ? അവർക്ക് വേണ്ടത് ഒരു ഉറപ്പാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന്. മന്ത്രി പറഞ്ഞത് വേറെ വരുമാനം കണ്ടെത്തിക്കൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു ഉത്തരവാദിത്വമില്ലായ്മയാണല്ലോ. അതെന്തായാലും സ്വകാര്യ ബസ് ഉടമകൾ കേൾക്കാൻ സാധ്യതയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അരുൺ, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നേരത്തെ മുതൽ തന്നെ ഈ പ്രിയദർശിനി പദ്ധതി പ്രഖ്യാപിച്ചത് മുതൽ തന്നെ സ്വകാര്യ മേഖലയെ ഇത് ദൂഷകരമായി ബാധിക്കും എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ സജീവമായിരുന്നു. അന്നു മുതൽ മന്ത്രി പറഞ്ഞിരുന്നത് ഈ പ്രിയദർശിനിയുടെ ഓട്ടം അതനുസരിച്ച് പിന്നീട് ചർച്ചകൾ നടത്തി നമുക്ക് രമ്യമായൊരു പരിഹാരം ഉണ്ടാക്കാം എന്നുള്ളൊരു വാക്കായിരുന്നു ഗതാഗത മന്ത്രി CP ജോൺ നൽകിയിരുന്നത്. പക്ഷെ പിന്നീട് അത് പ്രാവർത്തികമായില്ല എന്നുള്ളത് മാത്രമല്ല, ഇവരുടെ ഈ ആശങ്കകൾ പരിഹരിക്കുന്ന തരത്തിലേക്കുള്ള കൂടുതൽ നടപടികൾ ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഈ തെന്നിയും തിരിച്ചും മറ്റ് ജില്ലകളിലൊക്കെ സ്വകാര്യ ബസ് ഉടമകൾ അവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും പണിമുടക്കും നടത്തിയിരുന്നെങ്കിലും സംയുക്തമായ ഒരു പണിമുടക്കിലേക്ക് നീങ്ങാനാണ് നിലവിലിപ്പോൾ സ്വകാര്യ ബസ് ഉടമകളുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഒരു ബസ്സുകളിലും, അതായത് പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ്സുകളിലേക്ക് ആളുകളുടെ തിരക്ക് വളരെ കുറവാണ്, ആളുകൾ കയറുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. വെറുതെ ഡീസൽ അടിച്ച് ഓടേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇത്തരത്തിൽ പ്രിയദർശിനി വന്നതോടുകൂടി സ്വകാര്യ ബസ് മേഖലയിലെ ഉടമകൾ മാറേണ്ടി വന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിൽ രമ്യമായ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ സൂചനാ പണിമുടക്കും പിന്നീട് ജൂലൈ 20 മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കൂടി നീങ്ങാനാണ് ഇപ്പോൾ നിലവിൽ എന്തായാലും ഈ സ്വകാര്യ ബസ് ഉടമകൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നതിനുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ട്രാൻസ്പോർട്ട് ഭവനിലേക്ക് ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. രാവിലെ 10:30ക്കാണ് ഈ മീറ്റിംഗ് നടത്തുക. ഈ മീറ്റിംഗിൽ മന്ത്രി പറയാൻ പോകുന്നത് ഇത്തരത്തിൽ ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കും, അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി സമിതി രൂപീകരിക്കും. ട്രാൻസ്പോർട്ട് കമ്മീഷണർ CH നാഗരാജു ആയിരിക്കും അതിന്റെ കൺവീനർ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു മാസത്തിനുള്ളിൽ പഠന റിപ്പോർട്ട് സമർപ്പിക്കണം. ഈ പഠന റിപ്പോർട്ടിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുമോ, സ്വകാര്യ മേഖലയെ എങ്ങനെ തിരിച്ച് കരകയറ്റാൻ കഴിയുമോ, അവരുടെ വരുമാന വർധനവ്, ടിക്കറ്റ് ചെയ്ത വരുമാന വർധനവ്, ഈ പ്രതിസന്ധി എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള കാര്യങ്ങൾ പഠിച്ച ശേഷം തുടർ നടപടിയിലേക്ക് കടക്കാം എന്നൊരു വാക്കായിരിക്കും നൽകുക. പക്ഷേ അവർക്ക് ഇപ്പോൾ വേണ്ടത് അടിയന്തരമായി ഒരു നഷ്ടം നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു പഠനം നടത്തി മാത്രമേ കൂടുതൽ കാര്യങ്ങൾ. സർക്കാരിനോട് നമ്മൾ പരാതി പറയുന്ന സമയത്ത് മന്ത്രി എല്ലാം കേട്ടതിന് ശേഷം പറയും നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറയും. വിദഗ്ധ സമിതിക്കുള്ള ചെലവും എല്ലാം 6-7 മാസം അങ്ങ് കൊടുക്കും. അതോടുകൂടി പ്രശ്നം പരിഹരിച്ചു എന്നാണ് മന്ത്രി വിചാരിക്കുക. അങ്ങനെയല്ല, ഇത് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് പരിഹരിക്കേണ്ട പ്രശ്നമാണ് സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത്. 4-5 മാസത്തിന് ശേഷം പഠന റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം നടപ്പിലാക്കേണ്ട പരിപാടിയല്ല എന്നുള്ളതാണ്. മാത്രമല്ല, സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നു ഞങ്ങൾ എന്ത് ചെയ്യും ഈ റൂട്ടിലൂടെ. അപ്പം മന്ത്രി പറയുന്നു നിങ്ങൾ വേറെ വരുമാനത്തിനുള്ള സോഴ്സ് കണ്ടെത്തണം കേട്ടോ. അതിനൊരു മന്ത്രിയുടെ ആവശ്യമില്ലല്ലോ.